Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാഞ്ഞത്. പുതിയതായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പിട്ട് കുറച്ച് കാര്യങ്ങളോട് നിങ്ങളുടെ പറയാനുണ്ട്. ഫോൺ നമ്പർ നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ ആ നമ്പറും എല്ലാം നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോയിലോട്ട് നമ്മൾ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് ചോദിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കമ്പനി ബോർഡ് LGSന് കുറച്ച് വേക്കൻസി ഒക്കെ ആഡ് ആയിട്ടുണ്ട്, ഫ്രഷ് വേക്കൻസി ഒക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ടും ഇതുവരെയുള്ള അപ്പോയിന്റ്മെന്റിന്റെ ഡീറ്റെയിൽസും ഇനിയുള്ള എത്ര വേക്കൻസി ഉണ്ട്, ഫ്രഷ് NGD എത്ര ഉണ്ട്, ഇതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പനി ബോർഡ് LGS കാറ്റഗറി നമ്പർ 609/2021. അപ്പോൾ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ നടന്നിരിക്കുന്നത് 2731 ആണ്. ലാസ്റ്റിൽ അഡ്വൈസ് നടന്നിരിക്കുന്ന ഡേറ്റ് 23/2/2026 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ കൂടുതലായിട്ട് നോക്കുമ്പോൾ OC 2388 മെയിൽ വരെ പോയിട്ടുണ്ട്, ഫീമെയിൽ 2199 വരെ പോയിട്ടുണ്ട്. EWS OCയിൽ നിന്നാണ് പോയിരിക്കുന്നത് മെയില്, ഫീമെയിൽ 2220 വരെയാണ് പോയിരിക്കുന്നത്. EBT 2399 വരെയാണ് മെയിൽ പോയിരിക്കുന്നത്, 2210 വരെയാണ് ഫീമെയിൽ പോയിരിക്കുന്നത്. SSC സപ്ലിമെന്ററി ലിസ്റ്റ് 117 വരെയാണ് പോയിരിക്കുന്നത് മെയിൽ, അതുപോലെ തന്നെ 108 ആണ് സപ്ലിമെന്ററി ലിസ്റ്റ് ഫീമെയിൽ പോയിരിക്കുന്നത്. ST സപ്ലിമെന്ററി ലിസ്റ്റ് 135 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 91 ഫീമെയിൽ. മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റ് 58 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 32 ഫീമെയിൽ. ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 101 മെയിൽ, 82 ഫീമെയിൽ. OBC 2430 മെയിൽ, 2221 ഫീമെയിൽ. വിശ്വകർമ്മ 2536 മെയിൽ, 2413 ഫീമെയിൽ. SIUC നാടാര് സപ്ലിമെന്ററി ലിസ്റ്റ് 30 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 25 ഫീമെയിൽ. SSCCC സപ്ലിമെന്ററി ലിസ്റ്റ് 49 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 50 ഫീമെയിൽ. ധീവര സപ്ലിമെന്റ് ലിസ്റ്റ് 6 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 4 ഫീമെയിൽ. ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് 5 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 12 ഫീമെയിൽ. DAയിൽ LV 29, HIയും LDCPയും എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് 119 വേക്കൻസിക്കാണ് അഡ്വൈസ് പോയിരുന്നത്. 99 ഫ്രഷും അതുപോലെ തന്നെ 20 NGD ആണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ TPO ഒന്നും തന്നെ ഇല്ല. പിന്നെ കുറച്ച് POC പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് കുറച്ചെണ്ണം ഉണ്ട്. അത് ടോട്ടൽ 137 എണ്ണമായെന്ന് പറയുന്നുണ്ട്. അത് OCയിൽ കുറച്ചെണ്ണം ഉണ്ട്, EBTയിലും കുറച്ചുണ്ട്, EWSലും OBCയിലും വിശ്വകർമ്മയിലും മുസ്ലിമിലും SSCയിലും STയിലും ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യയിലും ഇതെല്ലാം കുറച്ച് POC കാൻഡിഡേറ്റ് ഉണ്ട്. POC എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയാം, കുറച്ച് ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ചില വേക്കൻസികൾ ഇപ്പം നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ ലസ്കർ എന്ന് പറയുന്ന പോസ്റ്റിൽ അതുപോലെ വരുന്ന പോസ്റ്റുകളിൽ മെയിൽസിന് മാത്രമേ അപ്പോയിന്റ്മെന്റ് പോത്തുള്ളൂ, ഫീമെയിൽസിന് അപ്പോയിന്റ്മെന്റ് പോത്തില്ല. റൊട്ടേഷൻ വരുമ്പോൾ അവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണ് വരുന്നതെങ്കിൽ, അത് ഇപ്പം എക്സാമ്പിൾ ആണെങ്കിൽ മുസ്ലിം കാൻഡിഡേറ്റ് ആണ് ഇപ്പം റൊട്ടേഷൻ വരുന്നതെങ്കിൽ അത് ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അത് ആ ഫീമെയിലിനെ POC ആക്കി മാറ്റി വെച്ചിട്ട് അവിടെ മുസ്ലിം തന്നെ ഒരു മെയിൽ കാൻഡിഡേറ്റിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യും. അതുപോലെയാണ് OCയിൽ റൊട്ടേഷൻ വരുമ്പോഴും അവിടെ ഈ ലസ്കർ എന്ന് പറയുന്ന പോസ്റ്റ് അതുപോലുള്ള ബോയ്സിന് വരുന്ന അല്ലെങ്കിൽ മെയിൽസിന് വരുന്ന പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ വരുന്ന സമയത്ത് അവിടെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ആ ഫീമെയിലിനെ മാറ്റി നിർത്തിയിട്ട് അവിടെ OC ഒരു മെയിലിന് കൊടുക്കും. അതാണ് POC എന്ന് പറയുന്നത്. അങ്ങനെ 137 POC ആണ് OCയിലും അതുപോലെ തന്നെ റിസർവേഷൻ കാസ്റ്റിലും ഉള്ളത്. അപ്പൊ ഇനി വരുന്ന അഡ്വൈസിൽ ഈ POC ആയിട്ട് മാറ്റി വെച്ചേക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന അഡ്വൈസിൽ ഫീമെയിൽസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അങ്ങനെയുള്ള കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കണം. അല്ലാതെ നിങ്ങൾ മെയിൽസിനൊന്നും പോയില്ലല്ലോ എന്ന് പറയുന്നതിനായിട്ട് കാര്യമില്ല. കാരണം 137 ഫീമെയിൽ കാൻഡിഡേറ്റ് അവിടെ ആൾറെഡി POC ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അഡ്വൈസ് പോയിട്ടല്ലേ ഇനി പിന്നെ മെയിൽസിന് പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. കാരണം ഞാൻ ഡെമോ റൊട്ടേഷൻ ചെയ്യും പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണം. കാരണം മെയിൽ ഒന്നും പോയിട്ടില്ലയോ എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ POC മാറ്റി വെച്ചത് കൊണ്ടാണ് 137 ഉള്ളത് കൊണ്ടാണ് മെയിൽസ് അധികം പോവാത്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ ലാസ്റ്റ് അഡ്വൈസിന്റെ ചാർട്ട് നിൽക്കുന്നത്. അതിനകത്ത് TPO ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണ് അഡ്വൈസ് നിൽക്കുന്നത്. നമുക്ക് കുറച്ച് വേക്കൻസിയുടെ കാര്യങ്ങളോട് നമുക്ക് നോക്കാം. വേക്കൻസി എത്ര എണ്ണം ഉണ്ടെന്ന് പറയുമ്പോൾ വേക്കൻസി ടോട്ടൽ ഒരു 128 വേക്കൻസിയാണ് ഇപ്പോൾ ആൾറെഡി നിലവിലുള്ള. ലാസ്റ്റ് അഡ്വൈസിന് ശേഷം 128 വേക്കൻസിയാണ് ഉള്ളത്. അതിൽ ഓരോ ബോർഡിൽ നമുക്ക് നോക്കാം. KSFൽ 110 ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. NGD ഒന്നും തന്നെ ഇല്ല. വെബ്കോയിൽ 3 ഫ്രഷ് വേക്കൻസിയും ഒരു NGD വേക്കൻസിയും റിപ്പോർട്ട് ആയിട്ടുണ്ട്. കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ഒരു ഫ്രഷ് വേക്കൻസിയും ഒരു NGD വേക്കൻസിയും ഉണ്ട്. കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വെൽഫെയർ ഫണ്ട് ബോർഡിൽ 3 ഫ്രഷ് വേക്കൻസിയും ഒരു NGD വേക്കൻസിയും ഉണ്ട്. കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SSC STയിൽ 2 ഫ്രഷും ഒരു NGDയും, അതുപോലെ തന്നെ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 5 NGD വേക്കൻസി. അങ്ങനെ ടോട്ടൽ 119 ഫ്രഷ് വേക്കൻസിയും അതുപോലെ തന്നെ 9 NGD വേക്കൻസി. അങ്ങനെ 128 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഒരു 119 വേക്കൻസിയാണല്ലോ ഫ്രഷ് ഉള്ളത്. അതിനകത്ത് ഏകദേശം എല്ലാം മെയിൽസിനും ഫീമെയിൽസിനും പോകുന്ന പോസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ 119 വേക്കൻസിക്കാണ് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടിരിക്കുന്നത്. ബാക്കി 9 ആണ് ഇട്ടിട്ടില്ല. കാരണം NGD നമുക്ക് ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ്. അപ്പം ഡെമോ റൊട്ടേഷൻ ചാർട്ട് വരുന്ന സമയത്ത് ഒരു 90% ഇതിൽ കൂടാനാണ് ചാൻസ്. അതായത് ഇപ്പൊ ഞാൻ ഒരു റാങ്ക് പറയുവാണെങ്കിൽ അത് കൂടാനാണ് ചാൻസ് വരുന്നത്. കാരണം NGD വരുമ്പോഴത്തേക്ക് OC ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ
OC പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം NJD വേക്കൻസി മുമ്പാണ് കിടക്കുവാണല്ലോ, അത് ചിലപ്പോൾ OC ആയിരിക്കാം, ചിലപ്പോൾ റിസർവേഷൻ കാസ്റ്റ് ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏകദേശം ഒരു 90% ഇതിൽ കൂടാനാണ് ചാൻസ്, കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്, കൂടാനാണ് ചാൻസ് കൂടുന്നത്. പിന്നെ ഡിലീഷൻ ഉണ്ട്, ഡിലീഷൻ ഒന്നും കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് കൂടാനാണ് ചാൻസ്, കുറയാനുള്ള ചാൻസ് ഒരു 10% അല്ലെങ്കിൽ 15% മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റൊട്ടേഷനിലോട്ട് പോകാം. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് വേക്കൻസിയുടെ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ കോളം സീരിയൽ നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്, മൂന്നാമത്തെ കോളം MR നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്, നാലാമത്തെ കോളം റാങ്കും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറും പേരും റിസർവേഷൻ ഏതാണെന്ന് വെച്ചാൽ അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 119 വേക്കൻസിക്കാണ് ഡെമോ റൊട്ടേഷൻ ആയിട്ടിരിക്കുന്നത്. ഇത് കറക്റ്റ് അതിന്റെ ഓർഡറിൽ തന്നെ ഏകദേശം ഒരു 50% ശരിയാവുന്ന പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ NJD വേക്കൻസി അതുപോലെ ഡിലീഷനൊക്കെ വരുമ്പോഴത്തേന് നല്ലൊരു മാറ്റം സംഭവിക്കാം. അപ്പോൾ ഈ പറയുന്നതെല്ലാം ഏകദേശം ഫീമെയിൽ കാൻഡിഡേറ്റ് ആയിരിക്കും ഈ വരുന്നതല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ 137 പിന്നെ POC ഉണ്ട്, അതുകൊണ്ട് ഫീമെയിൽസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ OC ഏകദേശം ഒരു 2333 വരെ പോകാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ EPT 2350 വരെ പോകാനാണ് ചാൻസ് ഉള്ളത്. EWS 2363 വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. SSC സപ്ലിമെന്ററിസ്റ്റ് 122 വരെ പോകാനാണ് ചാൻസ്. ST സപ്ലിമെന്ററിസ്റ്റ് 94 വരെ പോകാനാണ് ചാൻസ്. മുസ്ലിം സപ്ലിമെന്ററിസ്റ്റ് 48 വരെ പോകാനാണ് ചാൻസ്. ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററിസ്റ്റ് 86 വരെ പോകാനാണ് ചാൻസ്. OBC 2342 വരെ പോകാനാണ് ചാൻസ്. അതുപോലെ തന്നെ വിശ്വകർമ്മ 2455 വരെ പോകാനാണ് ചാൻസ്. SIUC നാടാർ സപ്ലിമെന്ററിസ്റ്റ് 31 വരെ പോകാനാണ് ചാൻസ്. SSCC സപ്ലിമെന്ററി ലിസ്റ്റ് 52 വരെ പോകാനാണ് ചാൻസ്. ധീവര സപ്ലിമെന്ററിസ്റ്റ് 9 വരെ പോകാനാണ് ചാൻസ്. ഹിന്ദു നാടാർ സപ്ലിമെന്ററിസ്റ്റ് 13 വരെ പോകാനാണ് ചാൻസ്. DLLB 30, അതുപോലെ DHയും LDCPയും എല്ലാവരും അഡ്വൈസ് പോയിട്ടുണ്ട്. കഴിഞ്ഞ ചാർട്ടിലെ എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ ഈ റാങ്കിൽ നിന്ന് കൂടാനാണ് ചാൻസ്, കുറയാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. കൂടാനാണ് ചാൻസ്. കൂടുമ്പോൾ നിങ്ങൾ റൊട്ടേഷൻ ഇട്ടത് തെറ്റിപ്പോയെന്നൊന്നും പറയരുത്. കാരണം NJD ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ ഡിലീഷൻ ഉണ്ടോ നമ്മൾ കുറച്ചിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റോടെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.